സുഹൃത്തുക്കളെ, വളരെ ലളിതവും എന്നാൽ വളരെ സത്യസന്ധവുമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇത് നിങ്ങൾ ഓരോരുത്തരും രാവിലെ ഡയബറ്റിക് മെഷീനിലെ പഞ്ചസാരയുടെ അളവ് കണ്ട് ഭയന്നാണ് ഉണരുന്നത്? വിവാഹത്തിനോ പാർട്ടിക്കോ പോകുമ്പോൾ മധുര പലഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ നിങ്ങൾ? പക്ഷെ മനസ്സുണ്ടായിട്ടും ഭയം കാരണം നിങ്ങളുടെ കൈകൾ നിങ്ങൾ മുന്നോട്ട് വലിക്കാറില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ ഉപേക്ഷിക്കുക, ഉരുളക്കിഴങ്ങും അരിയും ഒക്കെ കുറയ്ക്കുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന കയ്പ് ഗുളികകൾ കൃത്യസമയത്ത് കഴിക്കുക. പക്ഷേ നിങ്ങളുടെ ശരീരം എപ്പോഴും ക്ഷീണിതമാകുന്നത് എന്തുകൊണ്ടാണ്? കാൽമുട്ടുകളിലും പേശികളിലും വേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുകളിൽ എപ്പോഴും ഒരു ഭാരവും മനസ്സിൽ ഒരുതരം നിരാശയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സുഹൃത്തുക്കളെ, പ്രമേഹം എന്നത് വെറും ഒരു രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസത്തിലുള്ള രോഗമല്ല. ജീവിതത്തിലെ ആനന്ദങ്ങളെ പോലും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണിത്. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒരു രോഗമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന 3 അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇവ നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയെ എങ്ങനെ ചെറുക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് കൂടാതെ അതിനെ എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം എന്നതുകൂടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് ഇന്ത്യ ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇത് അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ്. മധുര പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് പകുതി പരിഹാരം മാത്രമാണ്. നമ്മുടെ പൂർവികർ പാടങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് ധാരാളം ശർക്കരയും ഗോതമ്പും ഒക്കെ കഴിച്ചിട്ടും അവർക്ക് ഈ രോഗം വരാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ ജീവിതവും ശരീരവും പ്രകൃതിയുടെ താളത്തിനൊത്ത് ചലിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ആ താളം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. വിക്രം എന്ന സാധാരണക്കാരന്റെ കഥയിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയും. വിക്രം ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ഡെസ്ക് ജോലി, ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള മാനസിക സമ്മർദ്ദം, കൃത്യസമയത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കൽ എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു യന്ത്രം പോലെയാക്കി. രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, വരണ്ട വായ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടതിനു ശേഷം വിക്രമിന് കടുത്ത പ്രമേഹമുണ്ടെന്ന് കണ്ടെത്തി. അയാൾ ഭയന്നുപോയി. അരിയും പഞ്ചസാരയും പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച ഗുളികകൾ കഴിക്കുവാൻ തുടങ്ങി. ഗുളികകൾ കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലായെങ്കിലും വിക്രമിന്റെ ആന്തരിക ഊർജം നഷ്ടപ്പെട്ടു. അയാൾ എപ്പോഴും ദേഷ്യപ്പെടുകയും വിഷാദിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. ജീവിതകാലം മുഴുവൻ ഈ ഗുളികകളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് അയാൾ ഉറപ്പിച്ചു. അപ്പോഴാണ് നഗരത്തിന് പുറത്തുള്ള ഒരു പ്രകൃതിദത്ത ആശ്രമത്തിൽ താമസിക്കുന്ന വിക്രമിന്റെ വൃദ്ധ ഗുരുജി എത്തുന്നത്. ദുഃഖിതനായ വിക്രമൻ ഗുരുജിയെ വണങ്ങി തന്റെ അവസ്ഥ വിശദീകരിച്ചു. ഗുരുദേവ, എനിക്ക് പ്രമേഹമുണ്ട്. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിലെ ജീവൻ മരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ശരീരത്തിൽ ശക്തിയില്ല. മനസ്സിൽ എപ്പോഴും ഒരു ഭയമുണ്ട്. ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിക്രം, നീ പ്രമേഹത്തെ ഒരു ശത്രുവായി നേരിടുന്നു. നമ്മൾ ആരോടെങ്കിലും പോരാടുമ്പോഴെല്ലാം നമുക്ക് നമ്മുടെ ഊർജം നഷ്ടപ്പെടും. പ്രമേഹം നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ശരീരത്തിന്റെ തെറ്റായ ജീവിതശൈലിക്കെതിരായ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. നിങ്ങൾ ബാഹ്യമായ മരുന്നുകളെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അവ പഞ്ചസാരയുടെ അളവിനെ താൽക്കാലികമായി അടിച്ചമർത്തും. എന്നാൽ ഉള്ളിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും മാറ്റാതെ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ഊർജം തിരികെ ലഭിക്കില്ല. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. കോർട്ടിസോൾ എന്നത് ഒരു ഹോർമോൺ ആണ്. ശരീരം ആ സമയങ്ങളിൽ ഇത് പുറത്തുവിടും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നിങ്ങളുടെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതായി കാണുന്നത്. തുടർന്ന് ഗുരുജി വിക്രമിന് അടുക്കളയിൽ ഉള്ള ആ 3 സ്വർണ്ണ വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദീകരിച്ചു കൊടുത്തു. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഉലുവ വിത്തുകളാണ്. കറികളിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഉലുവയെ ആയുർവേദത്തിൽ പ്രമേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായും ശരീരത്തിന്റെ നല്ലൊരു സുഹൃത്തായും കണക്കാക്കുന്നു. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അതിനെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയാക്കി മാറ്റുന്നു. പ്രമേഹ രോഗികളിൽ ഈ ഗ്ലൂക്കോസ് വേഗത്തിൽ രക്തത്തിൽ കലരുകയും പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുകയും ചെയ്യുന്നു. ഉലുവയിലെ ലയിക്കുന്ന നാരുകൾ അല്ലെങ്കിൽ ഗുലൻഷിൻ ഫൈബർ ആമാശയത്തിലെ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു. ഇത് ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്ത് വളരെ സാവധാനത്തിൽ രക്തത്തിലേക്ക് വിടുന്നു. ഇത് പാൻക്രിയാസിനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുകയും പ്രമേഹം മൂലമുണ്ടാകുന്ന കാലുകളിലെ മരവിപ്പും വേദനയും ഒഴിവാക്കുകയും ചെയ്യുന്നു.
ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഉലുവ കുതിർക്കുക. രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. കുതിർത്ത ഉലുവ നന്നായി ചവയ്ക്കുക. തുടക്കത്തിൽ കയ്പ് തോന്നിയേക്കാം, പക്ഷേ ഈ കയ്പാണ് നിങ്ങളുടെ ഉള്ളിലെ മധുരമുള്ള വിഷത്തെ നിർവീര്യമാക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് നെല്ലിക്കയാണ്. പ്രമേഹം ഒരാളെ ഉള്ളിൽ നിന്ന് വളരെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. ഇത് ശരീരത്തിന്റെയും കണ്ണുകളുടെയും ഞരമ്പുകളെ ദുർബലപ്പെടുത്തുന്നു. ആയുർവേദത്തിൽ നെല്ലിക്കയെ രസായനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതായത് ശരീരത്തിന് പുതുജീവൻ നൽകുന്ന ഒന്ന്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രധാന ഫാക്ടറിയാണ് കരൾ. കരൾ ക്ഷീണിക്കുകയോ അതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയോ ചെയ്താൽ ശരീരത്തിന് പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. നെല്ലിക്ക കരളിനെ ശുദ്ധീകരിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിന്റെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം? ശൈത്യകാലത്ത് പച്ചനെല്ലിക്ക ലഭ്യമാണെങ്കിൽ അതിന്റെ നീര് പിഴിഞ്ഞെടുത്ത് ദിവസവും രാവിലെ അല്പം വെള്ളത്തിൽ കലർത്തി കുടിക്കുക. പച്ചനെല്ലിക്ക ലഭ്യമല്ലെങ്കിൽ 1/2 സ്പൂൺ ശുദ്ധമായ നെല്ലിക്ക പൊടി ചതച്ചതും ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഇത് ഭക്ഷണം ദഹിക്കുവാൻ സഹായിക്കുന്നു. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് കറുവപ്പട്ടയാണ്. പ്രമേഹ രോഗികൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അമിതമായ ഉറക്കവും ക്ഷീണവും അനുഭവപ്പെടുന്നു. ഭക്ഷണം കഴിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. കറുവപ്പട്ടയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്നു. കറുവപ്പട്ട ശരീരകോശങ്ങളിലെ ഇൻസുലിൻ പ്രതിരോധം ഇല്ലാതാക്കുന്നു. രക്തത്തിലൂടെ ഒഴുകുന്ന പഞ്ചസാരയെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇത് ശരീരത്തിന് ഊർജം നൽകുന്നു. കൂടാതെ പ്രമേഹം മൂലമുണ്ടാകുന്ന രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിലൂടെയും കൊളസ്ട്രോൾ ഉരുകാൻ സഹായിക്കുന്നതിലൂടെയും ഇത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ശുദ്ധമായ കറുവപ്പട്ട പൊടി സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിലോ ചായയിലോ മധുരമില്ലാത്ത ചായ വേണം ഉപയോഗിക്കാൻ 2 നുള്ള് പൊടി ചേർക്കുക. അല്ലെങ്കിൽ 2 നുള്ള് കറുവപ്പട്ട പൊടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുടിക്കുക. ഇത് രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് സുഖപ്പെടുത്തും. വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗുരുജി പറഞ്ഞു, വിക്രം, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ അമൃത് പോലെ പ്രവർത്തിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഉലുവ വെള്ളം കുടിച്ചിട്ട് വീണ്ടും അതേ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടാൽ ഈ അമൃതം വെറും വെള്ളമായി മാറും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ പ്രകൃതിദത്ത മരുന്നുകൾ പ്രവർത്തിക്കൂ. ശരീരത്തെ ഒരു യന്ത്രമായിട്ടല്ല, ഒരു സുഹൃത്തായി കാണുക. ഒരു ദിവസം 20 മിനിറ്റ് നിങ്ങൾക്കായി നീക്കിവെക്കുക. ഒരു പ്രഭാത നടത്തം നടത്തുക. ആഴത്തിൽ ശ്വസിക്കുക. മൊബൈൽ സ്ക്രീനുകൾ നോക്കുക. അതിൽ നിന്ന് മാറി ഒരു പ്രകൃതിയൊക്കെ നോക്കുക. ഗുരുജിയുടെ വാക്കുകൾ കേട്ട് പിറ്റേന്ന് മുതൽ വിക്രം തന്റെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി. ഡോക്ടറുടെ മരുന്നുകൾ നിർത്തിയില്ല, മറിച്ച് മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് ഉപേക്ഷിച്ചു. ഭയം കാരണം രാവിലെ പഞ്ചസാര പരിശോധിക്കുന്നത് നിർത്തി. പകരം ഉലുവ വെള്ളം കുടിക്കുവാനും പ്രഭാത നടത്തം നടത്താനും ധ്യാനിക്കാനും ഒക്കെ തുടങ്ങി. ശാന്തമായി ഭക്ഷണം കഴിക്കുവാൻ അവൻ പഠിച്ചു. മാറ്റങ്ങൾ പെട്ടെന്ന് വന്നില്ല, പക്ഷേ പ്രകൃതി ഒരിക്കലും ചതിക്കില്ല. 1.5 മാസത്തിന് ശേഷം വിക്രമിന്റെ ശരീരത്തിലെ ക്ഷീണവും സന്ധിവാതവും പൂർണ്ണമായും അപ്രത്യക്ഷമായി. 3 മാസത്തിന് ശേഷം രക്തം പരിശോധിച്ചപ്പോൾ ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ HbA1c റിപ്പോർട്ട്, അതായത് ഇത് 3 മാസത്തിൽ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇത് പൂർണ്ണമായും സാധാരണമായിരുന്നു. അവന് ഡോക്ടർ തന്നെ മരുന്നിന്റെ അളവ് പകുതിയാക്കി. വിക്രം ഇപ്പോൾ തന്റെ രോഗത്തെ ഒരു ശാപമായിട്ടല്ല, മറിച്ച് ജീവിക്കാനുള്ള വഴികാട്ടിയായിട്ടാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, വിക്രമിന്റെ ഈ കഥ ഒരു ഭാവനയല്ല. ഗുളികകളെ മാത്രം ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണിത്. ഇന്ന് നിങ്ങൾ മരുന്നുകൾ വലിച്ചെറിയണമെന്ന് ഇതിനർത്ഥമില്ല. മരുന്നുകൾ അടിയന്തര സാഹചര്യമുള്ളതാണ്. അവർ അവരുടെ ജോലി ചെയ്യട്ടെ. എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കണം. പ്രമേഹം നിങ്ങളെ കൊല്ലാനല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അവഗണിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുവെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കിടുക. ആരോഗ്യകരമായ ജീവിതശൈലിക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. സന്തോഷത്തോടെയും ശാന്തതയോടെയും ഇരിക്കുക. എല്ലാവർക്കും നന്ദി.